ട്രംപ് മസ്ക് പോരിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഏറ്റവും ഒടുവിൽ പതിവ് പോലെ അമ്പരപ്പിക്കുന്ന കരണം മറിച്ചിൽ നടത്തിയിരിക്കുകയാണ് മസ്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള തൻ്റെ സോഷ്യൽ മീഡിയ വാക്പോര് അവസാനിപ്പിച്ചിരിക്കുന്നു മസ്ക്. മാത്രമല്ല, സമസ്ത അപരാധങ്ങളും പൊറുക്കണമെന്നും മാപ്പ് തരണമെന്നും താണ് വീണ് അപേക്ഷിച്ചിരിക്കുകയാണ് മസ്ക്. തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ മസ്ക് കുറിച്ചത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ആഴ്ച ട്രംപിനെക്കുറിച്ച് ഞാൻ പോസ്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ അതിര് കടന്നു. അതിൽ ഞാൻ ഖേദിക്കുന്നു. മസ്ക് കീഴടങ്ങിയിരിക്കുന്നു. ഏറെ നാളത്തെ പുകയിലിനൊടുവിലാണ് ട്രംപും മസ്കും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വന്നത്. ശിക്ഷിക്കപ്പെട്ട ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട പുറത്തുവിടാത്ത രേഖകളിൽ ട്രംപിൻ്റെ പേര് പ്രത്യക്ഷപ്പെട്ടേക്കാമെന്നാണ് മസ്ക് അടിച്ചുവിട്ടത്, തെളിവുകളൊന്നുമില്ലാതെ. പിന്നെ എന്താണ് സംഭവിച്ചത്? വാക്കുകളുടെ യുദ്ധം തുടങ്ങി. ഇരുവരും എക്സിലും ട്രൂ സോഷ്യലിലും പരസ്പരം വിമർശിച്ചു. എല്ലാം തുടങ്ങിയത് ട്രംപിൻ്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് വിശേഷിപ്പിച്ച സാമ്പത്തിക നയത്തെ മസ്ക് എതിർത്തതോടെയാണ്. സെനറ്റിൻ്റെ അംഗീകാരം കാത്തിരിക്കുന്ന ഈ പദ്ധതി US-നെ അപകടകരമായ കടബാധ്യതയിലേക്ക് തള്ളിവിടുമെന്ന് മസ്ക് മുന്നറിയിപ്പ് നൽകി. അവിടെ നിന്ന് തർക്കം ആളിപ്പടർന്നു. ആക്ഷേപങ്ങൾ, കുത്തുവാക്കുകൾ, ഓൺലൈൻ ആരവങ്ങൾ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മസ്ക് തൻ്റെ ചില വാക്കുകൾ തിരിച്ചെടുത്തിരിക്കുകയാണ്. പക്ഷേ ഏതൊക്കെ വാക്കുകളെന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ് മസ്ക് പെട്ടെന്ന് മനസ്സ് മാറ്റിയത്? എന്തിനാണ് ഈ ക്ഷമാപണം? കാരണം അദ്ദേഹത്തിൻ്റെ ഓഹരികൾക്ക് വലിയ വിലയുണ്ട്. ടെസ്ല, സ്പേസ് എക്സ്, സ്റ്റാർലിങ്ക് ഈ കമ്പനികൾ US സർക്കാരുമായുള്ള കോടിക്കണക്കിന് ഡോളറിൻ്റെ കരാറുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. 2008 മുതൽ സ്പേസ് എക്സ് 2100 കോടി ഡോളറിൻ്റെ കരാറുകൾ നേടിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച തർക്കം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ടെസ്ലയുടെ ഓഹരികൾ ഒറ്റ ദിവസം 14% താഴേക്ക് കൂപ്പുകുത്തി. ബില്യൺ കണക്കിന് ഡോളർ മൂല്യം കുറഞ്ഞു. ഇപ്പോൾ പോലും കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ ഓഹരികൾ ഏകദേശം 5% ഇടിഞ്ഞു. കണക്കുകൾക്കപ്പുറം മസ്ക് മറ്റ് തടസ്സങ്ങൾ നേരിടുന്നു. ഈ ആഴ്ച ടെക്സസിലെ ഓസ്റ്റിനിൽ ടെസ്ല അതിൻ്റെ റോബോട്ട് ടാക്സികൾ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. ഇതുമായി മുന്നോട്ട് പോകാൻ റെഗുലേറ്ററിയുടെ പച്ചക്കൊടി ആവശ്യമാണ്. അതേസമയം മസ്കും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ സംഘർഷങ്ങൾക്കിടയിലും നാസയുമായും സർക്കാരുമായും സ്പേസ് എക്സിൻ്റെ കരാറുകൾ എളുപ്പത്തിൽ പൊളിക്കാനാവാത്തതാണ്. ഇനി മസ്കും ട്രംപും കൂട്ടുകാരാകുമോ? ഈ ക്ഷമാപണം ഒരു സമാധാന വാഗ്ദാനമാണോ? അത്ര പെട്ടെന്നൊന്നും അത് പ്രതീക്ഷിക്കേണ്ട. മസ്കും ട്രംപും ഉടൻ തന്നെ ഉറ്റ ചങ്ങാതികളാകാൻ സാധ്യതയില്ല. മസ്ക് തൻ്റെ പൊട്ടിത്തെറിയുടെ ചില ഭാഗങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. രണ്ട് വമ്പൻ കൊമ്പന്മാർ തമ്മിലുള്ള ഈ പോര് എങ്ങോട്ടാണ് നീങ്ങുന്നത്? അടുത്തത് എന്തായിരിക്കും? എല്ലാവരും കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ. തീർച്ചയായും കൂടുതൽ വരാനിരിക്കുന്നതേ ഉള്ളൂ.